ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക വരട്ടിയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കൂഴച്ചക്കയാണ്, വരിക്കയല്ല. അപ്പം ഇത് കാത്തിരുന്ന് ഉണ്ടായ ഒരു ചക്കയാണ് കേട്ടോ. രണ്ടാമത്തെ തവണ ഉണ്ടായ ചക്കയാണ്. ആദ്യത്തെ തവണ ഉണ്ടായെല്ലാം വെള്ളം കയറി അത് ചീത്തയായിപ്പോയി, കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ തവണ ഉണ്ടായത് 2 ചക്കയെ. ആ 2 ചക്കയിൽ ഒരെണ്ണം കേടായിപ്പോയി, ഒന്ന് നല്ലതായിട്ട് കിട്ടി. അപ്പോൾ കൂഴച്ചക്കയായതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാനും ഒരു രസം ഉണ്ടാകത്തില്ലല്ലോ. എന്തെങ്കിലും അപ്പം ഉണ്ടാക്കി കഴിക്കാം, കുമ്പിളപ്പം, അതേപോലെ ചക്കയട ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടയുണ്ടാക്കി കഴിക്കാം. അടയോ അതല്ലെങ്കിൽ കുമ്പിളപ്പമോ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചക്ക വട്ട സമയത്ത് ഞാനത് പറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം എടുക്കാതെ രക്ഷയില്ല, ഇത് ചീത്തയായിപ്പോൾ. അപ്പം ഇപ്പോൾ ചെറുതായിട്ട് കറുത്തൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ചീത്തയായിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ ചക്കയുടെ കുരുവെല്ലാം മാറ്റിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം, അതായത് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണെങ്കിൽ നല്ല പഴുത്ത് വെന്തതുപോലെ ഇരിക്കുക, കൂഴയല്ലേ, മറ്റേ വരിക്ക പോലെ അല്ലല്ലോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തവിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തവിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ബാക്കിയുള്ള വെള്ളവും കൂടെ അങ്ങ് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ചക്കയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ചക്കയാകുമ്പോൾ നമ്മൾ ഉരുളി എടുക്കേണ്ടി വരും, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടി വരും. അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ കുറച്ച് ചക്കയൊക്കെ ഉള്ളതെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ചക്കയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിപ്പം ഇടവിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് അട ഉണ്ടാക്കാനും അതേപോലെ കുമ്പിളപ്പം ഉണ്ടാക്കാനാണ് എടുക്കുന്നത്, അതുകൊണ്ട് അധികം നെയ്യ് ഞാൻ ചേർക്കുന്നില്ല. ഇത് വരട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും, ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും. എന്നാലേ ശരിയായിട്ട് ഇത് വരട്ടി എടുക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നാലും ചീത്തയായിപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തില്ലെങ്കിൽ. ഈ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെയും ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ടോട്ടലി ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 4ാമത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നെയ്യിലിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വരട്ടിയതിന് ശേഷം നമുക്കിനി ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ചേർത്ത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ ശർക്കര നമ്മുടെ ചക്കയിലോട്ടൊന്ന് വലിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ശർക്കര എല്ലാം ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് 1 കിലോ ശർക്കര അങ്ങ് ചേർക്കുമ്പോൾ മധുരം അധികമാകും, നമുക്കത് കഴിക്കാനേ തോന്നത്തില്ല. അപ്പം ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1 കിലോ ശർക്കര ഉരുക്കി വെച്ചതിൽ ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടില്ല. ബാക്കി ഏകദേശം 1 ഗ്ലാസ് അളവിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മധുരം മതി, കാരണം നല്ല പഴുത്ത ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പം ഒരുപാടങ്ങ് നമ്മൾ ശർക്കര ചേർത്ത് ആ ചക്കയുടെ ടേസ്റ്റ് അങ്ങ് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊക്കെ രീതിയിൽ ഒന്ന് വരട്ടി കൊടുക്കാം. നമ്മുടെ ഹൽവ ഒക്കെ കിണ്ടി എടുക്കത്തില്ലേ, ആ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർക്കുമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രം ഇട്ട് ഏലക്കാപ്പൊടി മാത്രം ഇട്ടൊന്ന് വരട്ടി കൊടുക്കുകയാണ്. അതൊരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരട്ടി ചക്ക ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് മുറുകാനുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 1 വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് അപ്പം ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-2.5 മണിക്കൂർ, കറക്റ്റ് ഒരു 2.5 മണിക്കൂർ എടുത്തു കേട്ടോ ഇതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി. ഇത് പുറത്ത് വെച്ചും സൂക്ഷിക്കാം, പക്ഷേ നമുക്കൊരു ടെൻഷനല്ലേ പുറത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോയാലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഇതുണ്ടാക്കിയത്, കാരണം പകലൊക്കെ മറ്റ് ജോലികളുടെ ഇടയിൽ ഇത് നടക്കത്തില്ല. നമ്മൾ കുഴഞ്ഞു, ഇപ്പോഴത്തെ ചൂടും അല്ലേ, അതുകൊണ്ട് ഞാൻ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ലൈറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നനവില്ലാത്തൊരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്